മുട്ടില്ല കരിമ്പില്ല തുരുമ്പില്ല ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് അല്ല? ഒന്നുമില്ല. വെട്ടി പീസ്. എത്ര കൊടുക്കാം ഇത്? ഞമ്മക്ക് 80 റുപ്യ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. 80 റുപ്യ. മുട്ടില്ല കരിമ്പില്ല തുരുമ്പില്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല കിണ്ണം പോലത്തെ വണ്ടിയല്ലേ? കിണ്ണം പോലത്തെ വണ്ടി. നമുക്കൊരു 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. നമുക്ക് 3.10 കൊടുക്കാം. നല്ല ഡീസൽ, നല്ല മൈലേജ്, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ ചാനലിൽ നിങ്ങളെ ഇതുവരെ കാണിക്കാത്ത ഒരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മാക്സിമം ഒരു 30 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഒരൊറ്റ വീഡിയോയിൽ ഈ വീഡിയോയിൽ എല്ലാ വണ്ടികളും കാണിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു വണ്ടി എടുക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം 40,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്. അതുപോലെ തന്നെ ആൾട്ടോ 800, ആൾട്ടോ കാറ്, പിന്നെ റിഡ്സ് കാറ്, എല്ലാം ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങൾ. പിന്നെ 7 സീറ്റ് വണ്ടികളുണ്ട്, ഇന്നോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്. എല്ലാം ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് കിട്ടുന്ന വണ്ടികളാണ് കേട്ടോ ഈ ഇന്നോവയും അതുപോലെ തന്നെ ഫോർച്യൂണറും. പിന്നെ അതുകൂടാതെ ഡീസലില് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ, മാക്സിമം ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറം ടൗണിൽ നിന്ന് വേങ്ങര റോട്ടിൽ 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഷോറൂം കിട്ടുക. പുതിയ ഷോറൂമാണ്, മാജി മോട്ടോഴ്സ് ആണ് കേട്ടോ നെയിം വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള വാഹനങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓണർ ഉണ്ട്, മൂപ്പരോട് ചോദിക്കാം. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ആൾട്ടോ കാർ കാണിച്ചു കൊടുക്കല. ഇത് എത്രയായിരുന്നു സലാമക്ക? ഇത് 2008 മോഡല്. 8 മോഡല്. കുറച്ച് കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കില് അല്ല? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി. LXI ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? തട്ടില്ല മുട്ടില്ല കരിമ്പില്ല തുരുമ്പില്ല ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് അല്ല? ഒന്നുമില്ല. വെട്ടി പീസ്. എത്ര കൊടുക്കാം? ഇത് ഞമ്മക്ക് 80 റുപ്യ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. 80 റുപ്യ കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാർ വേഗം വന്നോട്ടല്ലേ? ആവശ്യക്കാരുള്ളത് വന്നോട്ടെ. ഇവിടെ ഒരു ഹോണ്ടന്റെ അമേസ് കാണിച്ചു കൊടുക്കുക. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കൂടുതൽ കിട്ടും. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇല്ല, ഇതെങ്ങനെയായിരുന്നു? റീറൈസർ ആണ്. റീ വണ്ടിയാണല്ലോ? ഈ വണ്ടിയാണ്. 2016 മോഡല്. 16 വണ്ടി. എത്ര കൊടുക്ക ഇത്? ഇത് 2 MB കൊടുക്കാം. 2 MB കൊടുക്കല്ലേ? ഓക്കെ. ഇത് ഇവിടെ ഒരു മൈക്രോ കാണിച്ചു കൊടുക്ക. ഇതെങ്ങനെയായിരുന്നു? മൈക്രോ. എത്ര മോഡലാണ്? നിസാൻ മൈക്രോ 2018 വണ്ടി. റീ വണ്ടി അല്ലേ? 2018 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണ്. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2 MB കൊടുക്കാം. 2 MB കൊടുക്കാം. ഓക്കെ. 280. ഇനി ഒരു ജിബിലീസ് ഉണ്ട്. ഇബിലീസ് അല്ല, ഇഗ്നീസ്. ഇതെങ്ങനെയായിരുന്നു? ഇഗ്നീസ്. ഇത് പിന്നെ 2021 കേരള വണ്ടി. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര? 1ന്റെ ചോടേ ഉള്ളത്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4.10 കൊടുക്കാം. 4.10 കൊടുക്കാം. 2021 4.10 കൊടുക്കാം. ഓക്കെ. നല്ല വണ്ടിയല്ല? നല്ല വണ്ടി. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് അല്ല? ഇവിടെ നല്ലൊരു കിണ്ണം പോലത്തെ ഒരു മാരുതിന്റെ ബലോനാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു റയറാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഈ ബലോനിൽ ഡീസൽ വണ്ടി അങ്ങനെ പൊതുവെ മാർക്കറ്റിൽ കിട്ടാത്തൊരു പീസാണ്. അതും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഫുള്ളി ലോണിൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോഡൽ വരുന്നത് 2017 ആണ് കേട്ടോ. ഏകദേശം 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഇടിയും കുത്തില്ല. ചെറിയ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ മേജറോ മൈനറോ കാര്യങ്ങൾ റീപ്ലേസ് തട്ടുമുട്ട് ഇടിയൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസാണ്. സിംഗിൾ ഓണർ ആണ് കേട്ടോ. ഒരേ ഒരു ഓണർ. ഓപ്ഷൻ വരുന്ന ഡെൽറ്റ ആണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന പോലെ തന്നെയാണ് ഉള്ളത്. വൃത്തിയുണ്ട്. ഉള്ളുപുറത്തൊക്കെ നോക്കണം, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് 4,50,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോൺ കേട്ടോ. 1 രൂപയില്ലാതെ വണ്ടി ലോൺ ഇറക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ആൾട്ടോ കാറ്. LXI ആണ് ഓപ്ഷൻ തന്നെ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ? എത്ര മോഡലായിരുന്നു? ഇത് 2007 മോഡല്. 27 വരെ പേപ്പർ ഉണ്ടാവും. 27 വരെ പേപ്പർ. എത്ര പൈസ കൊടുക്കാം? നമുക്കൊരു
65 റുപ്യക്ക് കൊടുക്കാം. 65,000 രൂപ കൊടുക്കാം. 65,000 റുപ്യക്ക് കൊടുക്കാം. അതും AC പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ല, നല്ല ബർക്കത്തുണ്ട്, നല്ല ബർക്കത്തുള്ള നല്ല മുന്തിരി കളറ്. എത്ര മോഡലായിരുന്നു ഇത്? 2012 മോഡൽ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി. പവർ സ്റ്റിയറിംഗ് LXi ആണ് ഓപ്ഷൻ. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഒന്നിന്റെ ഉള്ളിക്കാ പുറത്തുക്കാ? ഒന്നിന്റെ ഉള്ളിക്കാ പുറത്തുക്കാ ഓട്ടം? ഓട്ടം ഒന്നാ. എത്രക്ക് ചെയ്യാൻ പറ്റൂ ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് 1.30 ചെയ്യാം. 1.30 കൊടുക്കാം. 1.30 പൊട്ടിച്ചു കൊടുക്കന്നെ. ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ആൾട്ടോ 800 ഇവിടെ 3 പീസ് ഉണ്ട്, 3-4 പീസ് ഉണ്ട് നമുക്ക്. പിന്നെ ഇത് ഗ്രേ കളർ ആദ്യം കാണിക്കാം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 മോഡൽ. 14 വണ്ടി. LXi ഓപ്ഷൻ അല്ലേ? വണ്ടി എന്തോ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരേ RC ഓണർ കൊണ്ടുവരുന്ന സിംഗിൾ ഓണറില് ഒറ്റ ഓണർ കൊണ്ടുവരുന്ന വണ്ടിയാണ്. മുട്ടില്ല റീപ്ലേസ് ഒന്നുമില്ല. അത് നമുക്ക് 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. 2014 മോഡൽ. ഓക്കെ, കടലാസ് എല്ലാം ക്ലിയർ അല്ല. ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു? വൈറ്റ് 2013 വണ്ടി. ഓക്കെ, ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം അത് ഒന്ന്. ഓക്കെ, റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് ലാസ്റ്റ് 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. 1.60 പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഒരു ആൾട്ടോ ഉണ്ട്. ഇത് ഒരേ മോഡൽ അല്ലേ? 2013 മോഡൽ. റേറ്റ് 1.60. രണ്ടും ഒരേ വിലയാണ്. ഓക്കെ, ഈ രണ്ട് വണ്ടിക്ക് ഒരേ വില, ഒരേ മാരുതി കാർ കാണിച്ചു കൊടുക്കാം. 800. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. 2014 മോഡൽ. 14 വണ്ടി. മോഡൽ ഉണ്ട്. 14 മോഡൽ ഉണ്ട്. AC ഉണ്ടല്ലേ? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, 800ന്റെ കമ്പക്കാരുണ്ടാവും. അതെ, 800 ഭ്രാന്തുള്ള ആൾക്ക് 800ന്റെ കമ്പക്കാൻ പറ്റിയൊരു വണ്ടി. ഈ എത്രക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. അതും 2014 വണ്ടി. 2014 വണ്ടി. തട്ടില്ല, മുട്ടില്ല, തുരുമ്പില്ല, കരിമ്പില്ല, ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. നല്ല അടിപൊളി വണ്ടി, നല്ല കിടലം വണ്ടി. ഓക്കെ, ഇവിടെ ഒരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം. വോക്സ്വാഗന്റെ വെന്റോ ആണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതും ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ഇതെങ്ങനെയായിരുന്നു? ഇത് 2011 മോഡൽ. 11 വണ്ടി. 2011 വണ്ടി. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം ഇത് 1.5 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് കിടിലം വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1.60 ലാസ്റ്റ് കൊടുക്കാം. 1.60 കൊടുക്കാം. 1.60 പൊട്ടിച്ചു കൊടുക്കാം. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കിക്കോളി. നല്ല വണ്ടി. ഇതിവിടെ നമുക്ക് ഒരു ഡീസൽ വണ്ടി, അതായത് ഹോണ്ട സിറ്റിയിൽ ഡീസൽ അല്ല? ഹോണ്ട സിറ്റി ഡീസൽ. ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. മോഡൽ എത്രയായിരുന്നു? മോഡൽ 2016 വണ്ടി. റീ വണ്ടി അല്ല, നമ്പറായ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പീസ് വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഒരു 4.5 ചെയ്യാം. 4.5 ചെയ്യാം. മാക്സിമം ഫുള്ള് ലോണും കിട്ടുമല്ലോ? ലോണും കിട്ടും. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ജനപ്രിയ വണ്ടി, സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ ആണ്. എങ്ങനെയായിരുന്നു സലാംക്ക? VDI ആണ്. VDI ഓപ്ഷൻ. എത്ര മോഡലായിരുന്നു? മോഡൽ 2013 വണ്ടി അല്ലെ? ഓട്ടം എത്ര ഉണ്ടാവും? ഓട്ടം 1ന്റെ മേലെ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങള്? തട്ടില്ല, മുട്ടില്ല, കരിമ്പില്ല, തുരുമ്പില്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല കിണ്ണം പോലത്തെ വണ്ടി അല്ലേ? പോലത്തെ വണ്ടി. നമുക്കൊരു 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. നമുക്ക് 3.10 കൊടുക്കാം. നല്ല ഡീസൽ, നല്ല മൈലേജ്, എല്ലാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം. 2013 വണ്ടിയാണ്. 2013 കിളി പോലത്തെ വണ്ടി. കിളിക്കുഞ്ഞ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബൊലേറോ കാണിച്ചു കൊടുക്കാം. നല്ല വെറൈറ്റി കളർ, ഒരു മിലിറ്ററി കളറാണ്. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ്. അതും ഈ M2 DI അല്ല എഞ്ചിൻ വരുന്നത്. ബോസ്, ഇത് മോഡൽ എങ്ങനെയാ? ഇത് 2012 വണ്ടി. കേരള വണ്ടി അല്ല? കേരള വണ്ടി. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ZLX ആണ്. ZLX. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോസ്, ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? 300 രൂപയ്ക്ക് പൊട്ടിച്ചു കൊടുക്കാം. 300 രൂപ കൊടുക്കാം. അതും 2012 വണ്ടി. തുരുമ്പൊക്കെ ഉണ്ടാവോ? തുരുമ്പില്ല, കരിമ്പില്ല, റീപ്ലേസ് ഒന്നുമില്ല. കിടക്കാച്ച് വണ്ടിയല്ല? കിടക്കാച്ച് വണ്ടി. 7 സീറ്റ് വാഹനം. അതും
മഹീന്ദ്രന്റെ TUV ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം, അതും നല്ല കറുകറുത്തൊരു കരിമ്പുലി അല്ല, ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് ഇത്. എത്ര മോഡലായിരുന്നു? അലേവിയിലാണ്, 2016 മോഡൽ. ഇത് T8 ആണ് കേട്ടോ. ഓപ്ഷന് ഫുൾ ലോഡ് വണ്ടിയാണ്. എല്ലാ സെറ്റപ്പും എല്ലാ കാര്യമുണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ്രോയിഡ്, 4 ഡോർ പവർ വിൻഡോ, വോയിസ് മെയിൽ, ഒരുപാട് സെറ്റപ്പ് വരുന്ന ഒരു വണ്ടിയാണ് ഇത്. റീപ്ലേസ് ഒന്നും ഉണ്ടാവും സാർ? നല്ല കിടക്കാച്ചി വണ്ടി, ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. കൊണ്ടുപോവാ, എണ്ണ അടിക്കുക, ഓട്ടുക, അത്രേ പണിയുള്ളൂ. 2016 വണ്ടി. 2016 വണ്ടി. എത്ര ഇത് ആസ്ക് ചെയ്യുന്നേ? ലാസ്റ്റ് 4,000 റുപ്യക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 4 രൂപ കൊടുക്കാം? ഒട്ടിച്ചു കൊടുക്കന്നെ. അതും ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഇവിടെ ഒരു റിഡ്സ് കാർ കാണിച്ചു കൊടുക്കാം നമുക്ക്. അതും ഡീസലില്. എത്ര മോഡലായിരുന്നു ഇത്? 2016 മോഡൽ. 16 വണ്ടി അല്ലേ? അതെ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 1ന്റെ മേല. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ആൻഡ്രോയിഡ് ഒക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ ഏതായത്? VDI ഓപ്ഷൻ. പിന്നെ ഓക്കെ. റീപ്ലേസ് എന്തുണ്ടോ? ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്. ഓക്കെ. എത്ര ആസ്ക് ചെയ്യണേ? അതിന് 2.25. 2.25 കൊടുക്കാം. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വില. 2016 വണ്ടി. 16 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. 16 വണ്ടി. ഓക്കെ. ഫുൾ ലോൺ കൊടുക്കല്ല? ഫുള്ള് ലോണും കൊടുക്കാം. മഹീന്ദ്രന്റെ KUV ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് സലാമുക്ക? കിടിലം വണ്ടി, നല്ല കിടുക്കാച്ച് വണ്ടി. 2017 വണ്ടി. 17 വണ്ടി അല്ല? 3 റുപ്യക്ക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. 3 റുപ്യ കൊടുക്കാം. 3 റുപ്യ കൊടുക്കാം. ഒരു 5 സീറ്റ് വണ്ടിയാണ്. നല്ല ഒരു SUV ടൈപ്പ് വണ്ടി അല്ല? നല്ലൊരു ഇന്നോവ മോഡൽ. അതെ, മഹീന്ദ്രന്റെ ആളുകള് കൂടുതൽ എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് ഇത്. ഇന്റീരിയർ ഭാഗത്ത് ലോക്കാണ്. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താലേ. ഡീസൽ വാഹനം വോക്സ് വാഗന്റെ വെന്റോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ബോസ്, ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2013 വണ്ടി. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓട്ടോ 1ന്റെ മേലെ ഓടിയിട്ടുണ്ടല്ലോ. നല്ല കട്ട സീറ്റ്. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി. ഒറിജിനൽ കേരള. ഓക്കെ. നല്ല കണ്ണി ചിമിറ്റ് എടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് ആസ്ക് നമുക്ക് 2,500 റുപ്യ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. 2,500 റുപ്യക്ക് പൊട്ടിച്ചു കൊടുക്കാം. കൊടുക്കണ്ടല്ലേ? ഓക്കെ. അതും 2013 വെന്റോ. 2013 വെന്റോ. ഫുൾ കണ്ടീഷൻ, ഫുൾ ബോഡി. മെക്കാനിക് ഒന്നും നോക്കാനില്ല. കണ്ണ് ചിമ്മിട്ട് എടുക്കാം. കണ്ണ് ചിമ്മിട്ട് വിശ്വസിച്ചെടുക്കാം. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡിസൈർ കൊടുക്കല്ല? അതും ഡീസൽ വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2011 മോഡല്. 11 മോഡല്. ഓക്കെ. വണ്ടി കേരള വണ്ടിയാ? ഈ വണ്ടിയാണ്. നമ്പർ മാറിയ ഒരു വണ്ടി അല്ല? നമ്പർ മാറി. നല്ല ഫാൻസി നമ്പർ. നല്ല അടിപൊളി നമ്പർ. ഓക്കെ. വണ്ടി മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് ഒക്കെ ഉഷാറാണ്. മെക്കാനിക് ആയിട്ട് ഒന്നുമില്ല. മിയ. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും? ഞമ്മക്കൊരു 1,500 റുപ്യ കൊടുക്കാം. 1,500 രൂപ കൊടുക്കാം. 1,500 റുപ്യക്ക് പൊട്ടിച്ചു കൊടുക്കാം. കൊടുക്കന്നല്ല, പൊട്ടിച്ചാണ് കൊടുക്കുന്നത്. കാര്യമില്ല. അതെ. നല്ല ചെറു ടീമിനൊക്കെ പറ്റിയ വണ്ടി. അതെ. ജനപ്രിയ വണ്ടി കാണിച്ചു കൊടുക്കല. ഒരു മാരുതി 800 ആണ് നിങ്ങൾ കാണിക്കുന്നത്. ബോസ്, ഇത് എങ്ങനെയാ സലാമുക്ക മോഡൽ വരുന്നത്? ഇത് 2001 അല്ല? ഓക്കെ. പുതിയ പേപ്പർ എടുത്തുക്കണ? ഇത് പുതിയ പേപ്പർ എടുത്തു കൊടുക്കല. ഇത് പിന്നെ AC വണ്ടി. എന്തുവാട്? മെക്കാനിക്കലൊക്കെ തട്ടില്ല, മുട്ടില്ല, കണ്ടീഷനല്ല? മെക്കാനിക് ഫുൾ ഫിറ്റ്. എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 40 റുപ്യക്ക് പൊട്ടിച്ചു കൊടുക്കാം. 40,000 രൂപ കൊടുക്കാം. അത് AC ഉള്ള വണ്ടി അല്ല? ആളുകൾ കൊണ്ടുപോയിക്കോട്ടെ അല്ലെ? കൊടുക്കാം. പഠിച്ചുന്ന കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് കൊടുക്കാം. അതെ, പഠിത്തത്തിന് കേസിനൊക്കെ പറ്റും. ഓക്കെ. ഇവിടെ ഒരു ഡിസൈർ ആണ്, ഡീസൽ ആണ് നിങ്ങൾ കാണിക്കുന്നത്. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. നല്ല ബൂട്ട് സ്പേസ്, നല്ല ലോങ് യാത്രക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഡിസൈർ. 2012 വണ്ടിയാണ് കേട്ടോ. ഏകദേശം 1 സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? റീപ്ലേസ് ഇല്ല. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 3,10,000 കേട്ടോ. 3,10,000 ആസ്ക് ചെയ്യുന്നത്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം ടയർ ഗ്രിപ്പുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കാണ് നല്ല വൃത്തിയുണ്ട്. ഇത് മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് എന്നാ പറയുന്നത് മൂപ്പര്.
ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു റിഡ്സ് കാർ, അതും ഡീസലില് ഓപ്ഷന് VDI ആണ് കേട്ടോ. എക്സ്ട്രാ അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. 2010 മോഡൽ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 സംതിങ് എന്തോ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളില്ല എന്നാ പറയുന്നത്. വണ്ടി കാണാൻ നല്ല വൃത്തിയുള്ളൊരു വണ്ടി കേട്ടോ. ചെറിയ പൈസക്ക് കിട്ടും സാധനം. അത്യാവശ്യം ടയറൊക്കെ പുത്തനാണ് കേട്ടോ. 4 കടും പുത്തൻ ടയറാണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് മാറ്റേണ്ടി വരും, പഴയതായിക്കണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് 1,60,000 രൂപയാണ് കേട്ടോ. 1,60,000 ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു കിദ്മത്തിന്റെ വോക്സ്വാഗന്റെ പോളോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഡീസൽ വണ്ടിയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വണ്ടി. നല്ല കിദ്മത്തിന്റെ അലോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈലൻസറൊക്കെ എക്സ്ട്രാ കയറ്റിയ ടപ്പ സൗണ്ട് അടിക്കുന്ന വണ്ടിയാണ്. അതുപോലെ GT ആണ് കേട്ടോ. ഏകദേശം ഈ വണ്ടി ഓട്ടത്ര 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. റീപ്ലേസ് ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത് കേട്ടോ. 4,400 ചെയ്യാലോ ലാസ്റ്റ് ഒടിച്ചു കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. 4,400 ആസ്ക് ചെയ്യുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇന്റീരിയർ ഭാഗത്തുനിന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാന്. നല്ല അടിപൊളി മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കൂടിയാണ് കേട്ടോ. ഒരു ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും 2012 മോഡലാണ്. 27 വരെ പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നമ്പർ മാറിയ വണ്ടിയാണ്. പിന്നെ Type 4ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. വണ്ടി നല്ല പക്ക വണ്ടി എന്ന് മൂപ്പര് പറയുന്നുണ്ട് കേട്ടോ. അതായത് മേജർ ആക്സിഡന്റോ റീപ്ലേസ്, മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഓട്ടം ജെനുവിൻ അല്ല. 1 സംതിങ് എന്തോ മീറ്ററിൽ കാണാനുള്ളതാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. വണ്ടി കാണാനും വൃത്തിയുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കും ഫുൾ ഫിറ്റ് എന്നാ ബോസ് പറയുന്നത്. ഇതിന് ആസ്ക് ചെയ്യുന്നത് 5 ലക്ഷം രൂപയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടി, അതായത് റിഡ്സ് ഡീസൽ ആണ്. ഓപ്ഷൻ വരുന്ന VDI ആണ് കേട്ടോ. ഈ വണ്ടി 2012 മോഡലാണ്. 27 വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനം. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടി. അതുപോലെ തന്നെ 1,00,000 ചില്ലറ എന്തോ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ് ഇല്ല. തട്ടുമുട്ടി ഇടി കുത്തൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത്. ഇതിന് ഇവര് ആസ്ക് ചെയ്യുന്നത് 2,10 ആണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല മെക്കാനിക്കുള്ള ഒരു വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത്. പക്ക വണ്ടി കേട്ടോ. അതും 2009 V ആണ് ഓപ്ഷൻ വരുന്നത്. 29 വരെ പേപ്പറുള്ള ഒരു വണ്ടി. G4 അല്ല, V ആണ്. ഈ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, നമ്പറായ വണ്ടിയാണ്. പിന്നെ ഓട്ടം കാര്യങ്ങൾ ജെനുവിൻ ഉണ്ടാവില്ല. ഇതില് 1.5 ലക്ഷം എന്തോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി എന്ന് മൂപ്പര് പറയുന്നുണ്ട്. 2009 29 വരെ പേപ്പറുള്ള വണ്ടി. ഇതിന് ആസ്ക് ചെയ്യുന്നത് 4,25,000 രൂപയാണ്. മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് കിദ്മത്തിന്റെ ഫോർച്യൂണർ, അതും 4x4 ആണ് നിങ്ങളെ കാണിക്കുന്നത്. 2010 വണ്ടിയാണ് കേട്ടോ. ഏകദേശം 5 കൊല്ലത്ത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഏകദേശം ഓടിയിട്ടുള്ളത് 1,80,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട് കേട്ടോ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അതുപോലെ തന്നെ എഞ്ചിനും പക്കാന്ന് പറയുന്നുണ്ട്. ഇതിന് ആസ്ക് ചെയ്യുന്നത് 7 ലക്ഷം രൂപയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഡീസൽ വണ്ടി, അതും ടൊയോറ്റന്റെ ഇറ്റിയോസ് ലിവ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു നമ്പർ മാറിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഇതിന്റെ മെയിൻ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് മാറ്റിത്തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ മാറ്റിത്തരും. പിന്നെ അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് എന്നാ ബോസ് പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിക്കോളി.
ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 2,80,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ഇവിടെ വീണ്ടും ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹോണ്ടന്റെ അമേസ് ആണ് കേട്ടോ. 2019 വണ്ടിയാണ് ഇത്. കേൽപ്പത്തിലേക്ക് നമ്പർ ആയ ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൊക്കെ ഫിറ്റ് എന്നാ ബോസ് പറയുന്നത്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് ഏകദേശം 1,00,000 സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. ഓട്ടം പിന്നെ വണ്ടിയാണ്, അത് ജെന്യൂൻ ആണെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഒക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ. ഇത് മിഡിൽ ഓപ്ഷനാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 4,75,000, 4,350,000 ചോദിക്കുന്നത്. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാനും പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ വീണ്ടും ഒരു കിതുമത്തിന്റെ സ്വിഫ്റ്റ് കാറാണ്. അതും ഒരു റയർ ഡീസൽ ആണ് കേട്ടോ. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. 2019 വണ്ടി. ഏകദേശം 1,10,000 കിലോമീറ്ററേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടം വലിയൊരു കൂടുതലൊന്നുമല്ല. സിംഗിൾ ഓണറാണ് കേട്ടോ. ഒരേ ഒരു ഓണർ. വേറെ ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ തന്നെ VDI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നത്, സ്റ്റിയറിംഗ് കൺട്രോള്, അതുപോലെ തന്നെ ഡിഫോഗർ എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 5,50,000 രൂപയാണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ സ്വിഫ്റ്റ് കാറാണ്. അതും ടാക്സി വണ്ടി. ടാക്സി പെർമിറ്റോട് കൂടി നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അതും ചെറിയ ബഡ്ജറ്റിൽ. 2020 വണ്ടിയാണ്. CNG വണ്ടിയാണ് കേട്ടോ. അതായത് കമ്പനി ഫിറ്റഡ് ഉള്ള CNG ആണ്. ഏകദേശം ഓട്ടം കുറച്ച് വൈഡാണ്. 2-2.5 ലക്ഷം ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മെക്കാനിക്കൊക്കെ ഫിറ്റ് എന്നാ ബോസ് പറയുന്നത്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇതിന്റെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ പുതുക്കിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചോദിക്കുന്ന വിലയാണ് 3.5 ലക്ഷം രൂപ. ഒരു ആഡംബര കാറ് ടൊയോട്ട കൊറോള അൾട്ടീസ് ആണ്. ഡീസൽ വണ്ടിയാണ്. നമ്പർ മാറിയൊരു വാഹനം കൂടിയാണ് കേട്ടോ. 2012 ആണ് മോഡൽ വരുന്നത്. ഏകദേശം 1,40,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മെക്കാനിക്കൊക്കെ ഫിറ്റ് എന്നാണ് മുതലാളി പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ വരുന്നത് J ആണ്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 2,75,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഒരു കിണ്ണം പോലത്തെ ഒരു വാഗനർ ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വണ്ടി കേട്ടോ. 2 കളർ ചെയ്തിട്ടുണ്ട്. 2020 മോഡലാണ്. ഈ വണ്ടി ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ ഇടിയും കുത്തൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. സിംഗിൾ ഓണറാണ്, ഒരേ ഒരു ഓണർ. 1000 cc വന്നിട്ടുള്ള ഒരു ഈ വണ്ടി. 1000 cc എന്ന് പറയുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ്രോയിഡ് സെറ്റൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 4,40,000 രൂപയാണ്. മാക്സിമം ഫുള്ളി ലോണിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ.